കറുപ്പുമുടുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ചതിയുടെ കഥയാണ്. ഏറ്റവും വലിയ ചതി എന്ന് പറയാൻ കേരളത്തിലെ ഏകദേശം തുല്യശക്തികളായ 3 മുന്നണികളും ഒരുമിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും പറ്റിച്ചത് എങ്ങനെയെന്നുള്ള കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, 2 വർഷത്തിന് മുമ്പ് കേരളത്തില് പൊങ്ങി വന്ന ഒരു സാധനമാണ് സിൽവർ ലൈൻ അല്ലെങ്കിൽ കേരയിൽ പദ്ധതി. കേരയിൽ പദ്ധതി വീടുകളിലെ അടുക്കളയ്ക്കകത്തൊക്കെ പോയി മഞ്ഞ കുറ്റിയിട്ടു. എനിക്ക് കേരയിൽ വരണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഏകദേശം 7-8 കോടി രൂപ ഈ മഞ്ഞ കുറ്റിയിടാൻ വേണ്ടി മാത്രം ചെലവാക്കി. 100 കോടിയോളം രൂപ ഏകദേശം ഇതിന്റെ പ്രാരംഭിക ചെലവുകൾക്കൊക്കെ നമ്മൾ ചെലവാക്കി. നമ്മളെല്ലാം കണ്ടതാണ്. CPM മുന്നണിയുടെ CPM സ്ഥാപനങ്ങളിലെ മുൻപേയും സെക്രട്ടേറിയറ്റ് പുറത്ത് മുൻപൊക്കെ CPMനെതിരായിട്ട് ഇതൊരു CPMന്റെ പദ്ധതിയായിട്ട് കൊണ്ടുവരികയും കോൺഗ്രസും BJPയും വളരെ ശക്തമായിട്ട് ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ കേരളം മുഴുവൻ സംഘടിപ്പിക്കുകയും ഏകദേശം ഒരു 3 മാസത്തോളം മീഡിയ കംപ്ലീറ്റ് കേരളയിലായിരുന്നു. സാധാരണ ഒരു കൗതുകത്തോടെ അന്ന് ഞാൻ ഈ കേരളയിലെ കാര്യങ്ങൾ നോക്കി പഠിച്ചു. പക്ഷെ അന്ന് നിർഭാഗ്യവശാൽ ഇങ്ങനൊരു പ്രേക്ഷകരോട് സംവദിക്കാനുള്ള ഒരു വേദി എന്റെ ഇല്ലായിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കത് സംസാരിക്കാൻ പറ്റി. 3 മുന്നണികളും കൂടെ ചതിച്ചു എന്ന് പറയാനുള്ള കാരണം, മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയും കേരളയിൽ വരും കേട്ടാ എന്നൊക്കെ പറയും. കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവര് 3 മുന്നണിയും കൂടെ ചതിച്ചു എന്ന് പറയാൻ കാരണം, കേരയിൽ എന്ന് പറയുന്ന കമ്പനി, കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒരു ജോയിന്റ് വെഞ്ചർ ആയിരുന്നു. ഈ വന്ന ചർച്ചകളിലൊന്നും ഇത് കണ്ടിട്ടില്ല ഞാൻ. കേരയിൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജോയിന്റ് വെഞ്ചർ ആയിരുന്നു എന്നുള്ള കാര്യം ചർച്ചകളിലൊന്നും വന്നിട്ടില്ല. ഇവര് രണ്ടുപേരും ജോയിന്റ് വെഞ്ചർ ആയത് എങ്ങനെയാണ്? ഈ കേരയിൽ എന്ന് പറയുന്ന കമ്പനിക്കകത്ത് 49% ഇന്ത്യൻ റെയിൽവേക്കാണ് ഷെയർ ഹോൾഡിംഗ്. ഇന്ത്യൻ റെയിൽവേക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇവിടുത്തെ BJP സർക്കാരിനോ BJP നേതാക്കൾക്കോ ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പൊ 49% ഷെയർ ഉള്ള ഒരു കമ്പനിയില് ഓരോ 10% ഷെയർ ഉള്ള ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടർ നോമിനേറ്റ്. അപ്പോൾ ഏകദേശം 4 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ 40% ഡയറക്ടേഴ്സ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡയറക്ടേഴ്സ് ആയിരുന്നു. ഇത് 3 മുന്നണിക്കാർക്കും അറിയാം. ഇത് CPM ഗവൺമെന്റിന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ എതിരായി ഉള്ള ഒരു സമരമായിട്ട് ഈ 2 മുന്നണിക്കാരും പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് CPMനും അറിയാം ഇത് CPMന്റെ മാത്രം ഒരു പദ്ധതിയല്ല, ഇതിനകത്ത് BJPക്കാരും കൂടെ ഇൻവോൾവ് ആണ്. BJPക്കാർക്കും അറിയാം ഇത് CPMന്റെ പദ്ധതിയല്ല, ഇത് ഞങ്ങളെയും കൂടെ പദ്ധതിയാണ്. കോൺഗ്രസിനറിയാം ഇത് 2 പേരുടെയും പദ്ധതിയാണ്, ഇവർ 2 പേരും കൂടെയാണ് നമ്മളെ പറ്റിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് സമരം ചെയ്യേണ്ടിയിരുന്നത് CPMനും BJPക്കും എതിരെയായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. BJP സമരം ചെയ്യേണ്ടിയിരുന്നത് റെയിൽവേ ബോർഡിന്റെ മുമ്പേ ആയിരുന്നു, ഇന്ത്യൻ റെയിൽവേയുടെ മുമ്പേ ആയിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നത്. അവരവിടെ സമരം ചെയ്തില്ല. അവർ പകരം CPMന്റെ ഓഫീസുകളും സെക്രട്ടേറിയറ്റും ആയിരുന്നു അവർ സമരം ചെയ്തത്. അപ്പം അവരും ജനങ്ങളെ പറ്റിക്കായിരുന്നു. CPMനറിയാം ഇത് ഞങ്ങൾ 2 പേരുടെയും തമ്മിലുള്ള ഒരു ഇടപാടാണ്, കോൺഗ്രസ്സുകാർ ഇവിടെ കിടന്ന് തിളച്ചു മറിയണ്ട എന്ന് CPMനറിയാം. പക്ഷെ CPM ഇത് പറഞ്ഞിട്ടില്ല. CPM ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ ജോയിന്റ് വെഞ്ചർ കമ്പനിയാണെന്ന്. BJP ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതൊരു ജോയിന്റ് വെഞ്ചർ കമ്പനിയാണെന്ന്. കോൺഗ്രസ് ഒരിക്കലും ആരോപിച്ചിട്ടില്ല ഇത് ഇവർ 2 പേരും കൂടെ ചേർന്നുള്ള കളിയാണെന്ന്. അപ്പൊ ഈ കളി കണ്ട് മീഡിയ നോക്കിയിരുന്ന നമ്മളെല്ലാം മണ്ടന്മാരായില്ല, നമ്മളെല്ലാം ചതിക്കപ്പെട്ടില്ലേ? യഥാർത്ഥത്തില് ഇത് കോൺഗ്രസും BJPയും CPMും കൂടെ ചേർന്ന് ജനങ്ങളെ പറ്റിച്ച് ഒരു മൈലേജ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു ചെയ്തത്. ഈ 3 മുന്നണികളും എന്നോട് ക്ഷമിക്കണം. കാര്യം ഇത് നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് കാണിച്ച ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചതിയും കൊള്ളയും ജനവഞ്ചനയായിരുന്നു. ഇത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത് ഈ മീഡിയയില് ഇതുപോലെ പല സംഭവങ്ങളും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബാബറി മസ്ജിദ് കാര്യം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചെന്നവർക്കറിയാം. ബാബറി മസ്ജിദ് വിഴുന്നതിന്റെ തലേ ദിവസം വരെ ഇത്
ബാബറി മസ്ജിദ് എന്ന് ആരും പറയുന്നില്ലായിരുന്നില്ല. അതുവരെ ഇത് തർക്കമന്ദിരമായിരുന്നു. എപ്പോഴാണോ ബാബറി മസ്ജിദ് പൊളിച്ചത്, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് എന്ന ഈ തർക്കസ്ഥലത്തിരുന്ന കെട്ടിടം, തർക്കഭൂമിയിലിരുന്ന കെട്ടിടം പൊളിച്ചത്, ആ സമയം തൊട്ട് ഇത് ബാബറി മസ്ജിദായി മാറുകയാണ് ഉണ്ടായത്. അപ്പൊ മീഡിയക്കാർക്കും ഇതൊക്കെ അറിയാം, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മീഡിയയും ഈ ചീറ്റിങ്ങില്, ഈ ജനങ്ങളെ ചതിച്ചതില് മീഡിയയ്ക്കും പങ്കുണ്ട്, CPM-നും പങ്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട്, BJP-ക്കും പങ്കുണ്ട്. ഇതെല്ലാ പേരും കൂടെ ചേർന്ന് ജനങ്ങളെ പൊട്ടന്മാരാക്കിയ ഒരു സംവിധാനമാണ് നമ്മൾ കണ്ടത്. ഇത്രയും ജനങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.